വങ്കനാട്ടിൽ ഇനി BJP ഭരണം. 15 കൊല്ലത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണം അവസാനിപ്പിച്ച BJP ഇന്ന് അധികാരത്തിലേറി. സുവേന്ദു അധികാരിയാണ് മുഖ്യമന്ത്രി. കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ, NDAയിലെ സഖ്യകക്ഷി നേതാക്കൾ, NDA മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരൊക്കെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുവേന്ദു അധികാരിയും വേദിയിലേക്ക് തുറന്ന ജീപ്പിലാണ് എത്തിയത്. ജനസംഘത്തിന്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജിക്കൊപ്പം കശ്മീർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 98 വയസ്സുള്ള മഖൻലാൽ ശർമ്മയെ പ്രധാനമന്ത്രി വേദിയിൽ ആദരിച്ചു. സുവേന്ദു അധികാരിക്കൊപ്പം ശ്യാമൽ ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കിർത്താനിയ, ശുതിറാം ടുഡു, നിഷിത് പ്രമാണിക് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ശ്യാമൽ ഘോഷും അഗ്നിമിത്ര പോളും ഉപമുഖ്യമന്ത്രിമാരാവാൻ സാധ്യതയുണ്ട്. ഭവാനിപ്പൂർ മണ്ഡലത്തിൽ മമതാ ബാനർജിയാണ് സുവേന്ദു അധികാരി ഇത്തവണ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ നന്ദിഗ്രാമിലായിരുന്നു മമതാ ബാനർജിയെ സുവേന്ദു പരാജയപ്പെടുത്തിയത്. ഇത്തവണ നന്ദിഗ്രാം നിലനിർത്തിയിട്ടുമുണ്ട് സുവേന്ദു. പശ്ചിമ ബംഗാളിലെ BJPയുടെ വൻ വിജയത്തോടെ കിഴക്കൻ മേഖലയിൽ BJPയുടെ പൂർണ്ണ ആധിപത്യമാണ് ഇപ്പോഴുള്ളത്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.